തകരാറിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടന്റെ F-35 യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഹാങ്ങറിലേക്ക് മാറ്റി. ബ്രിട്ടനിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം സാങ്കേതിക തകരാർ പരിഹരിച്ച് വിമാനം തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തും. തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നത് മേഘന മുരളിയാണ്. മേഘന, ഗുഡ് മോർണിംഗ് അഗെയിൻ. കഴിഞ്ഞ ദിവസം അറ്റ്ലസ് ZM-417 വിമാനം വന്നിരുന്നു. അതിൽ ലോക്ഹീഡ് മാർട്ടിനിലെ വിദഗ്ധരും ബ്രിട്ടീഷ് എയർഫോഴ്സിലെ വിദഗ്ധരും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ചാക്കയിലെ എയർ ഇന്ത്യ ഹാങ്ങറിലേക്കാണോ ഈ F-35 മാറ്റിയിരിക്കുന്നത്? ബ്രിട്ടൻ പാർലമെന്റിലടക്കം വലിയ ചർച്ചയായ F-35 ബ്രിട്ടന്റെ യുദ്ധവിമാനം F-35 ഇപ്പോഴും തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഹാങ്ങറിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഹാങ്ങറിൽ തുടരുകയാണ്. അതിനെപ്പോൾ തിരിച്ചു മടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെയായിരുന്നു ഈ ബ്രിട്ടന്റെ വ്യോമസേനാ വിമാനമായിട്ടുള്ള എയർബസ് 400ൽ സാങ്കേതിക വിദഗ്ധരും അതുപോലെ തന്നെ ഈ F-35ന്റെ നിർമ്മാണ കമ്പനി അധികൃതരും വിമാനത്താവളത്തിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഇവിടെ എയർപോർട്ടിന്റെ ബേയിൽ നിന്ന് ഹാങ്ങറിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി F-35 മാറ്റുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇനിയിപ്പോൾ സാങ്കേതിക വിദഗ്ധരുടെ ഒരു പരിശ്രമം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ ഒരു തകരാർ പരിഹരിച്ച് അതിനെ തിരിച്ച് പറത്തി തന്നെ കൊണ്ടുപോകാനാണ്. അതിൽ എന്താണ് ഈ F-35ന്റെ തകരാർ എന്നുള്ളത് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ആദ്യം ഹൈഡ്രോളിക് പൈപ്പിനായിരുന്നു തകരാറുണ്ടായിരുന്നത്. പിന്നീട് ഈ ആക്സിലറി പവർ യൂണിറ്റിനും ഒരു തകരാർ പറ്റുന്നു. കൂടാതെ ഈ എഞ്ചിനിൽ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തി ഒരു പൂർണ്ണമായും പറന്നു പോകാനുള്ള ഒരു കപ്പാസിറ്റി F-35ന് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ എന്താണ് തകരാർ എന്നുള്ളത് ഔദ്യോഗികമായി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഈ തകരാർ പരിഹരിക്കാനാണ് ശ്രമം. ഇനി അഥവാ തകരാർ പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇനി ഇതിന്റെ ചിറകുകളടക്കം മാറ്റി വീണ്ടും ഒരു ചരക്ക് വിമാനത്തിൽ തിരിച്ച് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനായിരിക്കും ശ്രമം ഉണ്ടാവുക. എന്തായാലും ഇന്നും നാളെയുമായി ഈ തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഹാങ്ങറിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ തന്നെ ഹാങ്ങറിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അതിന് സാധിക്കുന്നില്ലെങ്കിലാണ് ഈ ചിറകുകൾ ഊരിമാറ്റി വീണ്ടും ഈ ഒരു ചരക്ക് വിമാനത്തിൽ ഇതിനെ ബ്രിട്ടനിലേക്ക് മാറ്റുന്നുണ്ടാവുക. എന്തായാലും വലിയ ആകാംക്ഷയാണ് എന്താണ് ഈ F-35ന് സംഭവിച്ചത്, അതുപോലെ തന്നെ എപ്പോഴാണ് ഇതിനെ തിരിച്ചു മടക്കമെന്നടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആകാംക്ഷയുണ്ട്. എന്തായാലും ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇതിന്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ശരി, ജൂൺ 14 മുതൽ തിരുവനന്തപുരത്ത് തുടരുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35 അതിന്റെ തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മേഘന തിരുവനന്തപുരത്ത് നിന്ന്.